കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മോഹിപ്പിക്കുന്ന ജീവിതത്തിലേക്കുള്ള തീർത്ഥയാത്രയായ നിഴല് പോലെയുള്ള അപ്പൻ എന്ന ഈ വിചിന്തനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഭവന സന്ദർശനത്തിൽ ഒരു വീട്ടിൽ കടന്നു ചെല്ലുകയും സാധാരണ കുശലപ്രശ്നങ്ങൾക്ക് ശേഷം പള്ളിയിലൊക്കെ വരാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പള്ളിയിൽ പോയിട്ട് 15 വർഷമായി, ഇനി പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ള ഒരു മറുപടി ഒരു കുടുംബനാഥനിൽ നിന്ന് കേൾക്കാനിടയായി. അയാളുടെ ഉള്ളിൽ അയാൾ ദൈവത്തോടെന്തോ കലഹിക്കുകയാണ് എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പോകാതിരിക്കുന്നത്, പോകാൻ ഉദ്ദേശമില്ലാത്തത്? എൻ്റെ ഊഹം ശരിയായിരുന്നു. 15 വർഷമായി ദൈവത്തോട് കലഹിച്ചുകൊണ്ടാണ് അയാൾ പ്രാർത്ഥനകൾ നിർത്തലാക്കിയതും ദേവാലയത്തിൽ പോകാതിരുന്നതും. 15 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ മക്കളിലൊരാൾ, 2 പെൺമക്കളും ഒരു ആൺതരിയുമാണുള്ളത്. ആ ആൺകുഞ്ഞിന് ഗുരുതരമായി ബ്രെയിൻ ട്യൂമർ ബാധിക്കുകയും ചെയ്യാവുന്ന ചികിത്സയും, വളരെ ആഴമായ അതുവരെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കുടുംബം ചെയ്യാവുന്ന ചികിത്സയ്ക്കൊപ്പം സാധ്യമാവുന്ന എല്ലായിടങ്ങളിലും അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സഹായം അപേക്ഷിച്ചു. അറിയാവുന്ന ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ അവർ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ഒരുപാട് കുർബാനകൾ ചൊല്ലാൻ നിയോഗങ്ങൾ കൊടുത്തു. സ്നേഹിതരോട് ഒരുപാട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. പക്ഷേ അവരുടെ പ്രാർത്ഥനകൾ അവരുടെ ആഗ്രഹം പോലെ ആയിരുന്നില്ല ദൈവത്തിൻ്റെ നിശ്ചയം. തൻ്റെ അരുമ മകൻ്റെ ജീവൻ സംരക്ഷിക്കാൻ പറ്റാതെ കുഞ്ഞു മരണത്തിന് കീഴടങ്ങിയത് മുതൽ ഈ അപ്പൻ ദൈവത്തോട് കലഹിക്കുകയാണ്. അന്ന് മുതൽ അയാൾ പ്രാർത്ഥനകൾ നിർത്തലാക്കും. അയാൾ ദേവാലയത്തിൽ പോകുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് നിർത്തുന്നു. ദൈവത്തോട് അയാളുടെ ഉള്ളിലെ സങ്കടങ്ങൾ കൊണ്ട് അയാൾ ഒരു കലഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് പറയുന്നത്, പള്ളിയിൽ പോക്ക് നിർത്തി, ഇനി പോകാൻ ഉദ്ദേശവുമില്ല. ജീവിതത്തിലെ സങ്കടങ്ങളോടും ഭൂതകാലങ്ങളോടും രമ്യതപ്പെടാൻ പറ്റാതെ ഉള്ളിൽ സർവശക്തനോടൊരു കലഹം കൊണ്ട് നടക്കുകയും പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ദൈവവിശ്വാസവും ശരണവും ഒക്കെ പാഴാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ധാരാളം മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. നസ്രത്തിലെ ജോസഫിൻ്റെ സമകാലിക പ്രസക്തി എന്താണ്? നിഴല് പോലെയുള്ള ഒരപ്പനായ അയാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നടത്തുന്ന ഈ തീർത്ഥയാത്രയുടെ പ്രസക്തി എങ്ങനെയാണ്? ഭൂതകാലത്തോട് രമ്യതപ്പെടാൻ പറ്റാത്ത എല്ലാ മനുഷ്യർക്കുമുള്ള മനോഹരമായ ഒരു ധ്യാനമാണ് ജോസഫിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മുടെ ഭൂതകാലങ്ങളോട് രമ്യതപ്പെടാനോ അനുരഞ്ജനപ്പെടാനോ ക്ഷമിക്കാനോ പറ്റാത്ത കുറേ സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ. അതൊരു പക്ഷേ ബാല്യത്തിൽ മുതൽ തിരസ്കരിക്കപ്പെട്ടതിൻ്റെ അനുഭവമാവാം. ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ വഴികൾ നമുക്ക് മുമ്പിൽ ആയേറെ ആശിച്ചിട്ടും അധ്വാനിച്ചിട്ടും അടഞ്ഞുപോയതുകൊണ്ടാവാം. ദൈവം ഇടപെടുമെന്ന് പ്രതീക്ഷിച്ച സമയങ്ങളിൽ ദൈവം നിശബ്ദനായിപ്പോയി എന്നുള്ളതിൻ്റെ ചില ഓർമ്മകൾ കൊണ്ടാവാം. ഭൂതകാലങ്ങളോട് അനുരഞ്ജപ്പെടാൻ പറ്റാതെ ദൈവത്തോട് കലഹിക്കുകയും ജീവിതത്തിൻ്റെ നിർണയങ്ങളോട് കലഹിക്കുകയും ചെയ്യുന്ന ധാരാളം മനുഷ്യർ ഈ കാലത്ത് നമ്മുടെ മുമ്പിലുണ്ട്. സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ ശൈശവകാല വിവരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജോസഫ് വലിയൊരു സർഗാത്മക ധൈര്യം പ്രകടിപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണും. യഥാർത്ഥത്തിൽ ഇത്രമേൽ ദുർബലനായിട്ട്, ഇത്രമേൽ നിസ്സഹായനായിട്ട് പലായനം ചെയ്യേണ്ടിയിരുന്ന ഒരാളാണോ ജോസഫ് എന്നൊരു വളരെ ലോജിക്കലായൊരു ചോദ്യം വേണമെങ്കിൽ വരാം. സർവശക്തൻ്റെ പുത്രനല്ലേ? ഹെറോദ് എന്ന് പറയുന്ന ഒരു തൃണം പോലെയുള്ള ഒരു ഭരണാധികാരിയുടെ വാൾമുനയിൽ നിന്ന് സർവശക്തൻ അവൻ്റെ പുത്രനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ശക്തന്മാരുടെ കാരുണ്യത്തിലും അവരുടെ അധികാരത്തിൻ്റെ കീഴിലുമാണ് പലപ്പോഴും ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് പരമമായൊരു യാഥാർത്ഥ്യം. പ്രത്യക്ഷത്തിൽ നിസ്സഹായനാണ്, നിഷ്ക്രിയനാണ് എന്ന് തോന്നിക്കുമെങ്കിലും ദൈവം തൻ്റെ എളിയവരായ താൻ തിരഞ്ഞെടുത്തവരിലൂടെ അതിശക്തമായി ചരിത്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്ന, തനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം ഈ നിസ്സഹായതയിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നൊരു മനോഹരമായ ജീവിതമായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റേത്. ഭൂതകാലത്തോടും തിക്താനുഭവങ്ങളോടും രമ്യതപ്പെടാനോ അനുരഞ്ജനപ്പെടാനോ പറ്റാതെ
ദൈവത്തിൽ ഭോഷത്വം ആരോപിച്ച് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ പാഴാണെന്ന് കരുതി ഉള്ളിലെ ഒരുപക്ഷെ സങ്കടങ്ങളുടെ കനലുകൾ കൊണ്ടാവാം അത് പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന ധാരാളം മനുഷ്യർക്ക് ജോസഫിൻ്റെ ജീവിതത്തെ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നത് വിശ്വാസത്തിലേക്ക് ആഴപ്പെടാൻ നിശ്ചയമായിട്ട് സഹായിക്കും. അയാൾക്ക് മനസ്സിലായിട്ടായിരുന്നില്ല ദൈവഹിതത്തിലൊക്കെയും അയാൾ ആമേൻ പറഞ്ഞത്. അയാളുടെ ബുദ്ധിക്ക് കൃത്യമായി വ്യാഖ്യാനിക്കാൻ പറ്റുന്നതായിരുന്നില്ല ദൈവത്തിൻ്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും. പക്ഷെ അയാൾ ഒന്നിനും മറുവാക്കും മറുചോദ്യവും ഉന്നയിക്കുന്നില്ലെന്നുള്ളതാണ് മനസ്സിലാക്കാവുന്ന ഏറ്റവും സുന്ദരമായൊരു കാര്യം. നീ ഭാര്യയാകാൻ പോകുന്ന മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള മനുഷ്യബുദ്ധിക്ക് ദുസ്സഹമായ ദൂതാണ് ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന് കൊടുക്കുന്നത്. അന്നോളം മനുഷ്യചരിത്രം കേൾക്കാത്തൊരു കാര്യമാണ് ഒരു കന്യക പരിശുദ്ധാത്മാവിനാൽ സർവശക്തൻ്റെ അരൂപിയാൽ ഗർഭിണിയാകുമെന്നുള്ളത്. കേൾക്കാത്ത കാര്യമാണെങ്കിലും മനസ്സിലാക്കാത്ത കാര്യമാണെങ്കിലും ജോസഫ് അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. തനിക്ക് മനസ്സിലാകാത്ത തൻ്റെ ഭൂതകാലത്തോട് അയാൾ രമ്യതപ്പെടുന്നത് കൊണ്ടാണ് കൃപയോടെ ദൈവഹിതത്തോട് അയാൾക്ക് സഹകരിക്കാനും രക്ഷാകര പദ്ധതി അനുസ്യൂതം തുടരാൻ കൂട്ടുനിൽക്കാനും അയാൾക്ക് സാധിക്കുന്നത്. മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാറുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതാവാം. നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ ബലങ്ങൾ പൊഴിഞ്ഞു വീഴുന്നതാവാം. നമ്മുടെ സൗഹൃദങ്ങളുടെ ബലങ്ങൾ നഷ്ടപ്പെടുന്നതാവാം. ഭൗതിക സുസ്ഥിതി നഷ്ടപ്പെടുന്നതാവാം. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അനേക തിക്താനുഭവങ്ങൾ ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ള മറുചോദ്യം കൊണ്ട് നിരന്തരം മനസ്സിൽ ഉന്നയിച്ച് നമ്മുടെ ഇന്നലകളിലെ സങ്കടങ്ങളോട് അനുരഞ്ജനപ്പെടാനും അതുമായി രമ്യതപ്പെടാനും പറ്റാത്ത മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, മറുചോദ്യങ്ങളില്ലാതെ ദൈവഹിതത്തിന് സദാ ഹൃദയം ജീവിതം തുറന്നു വിട്ടുകൊടുത്ത വിശുദ്ധ യോസേപ്പിൻ്റെ ജീവിതത്തെ, നെടലുകണക്കെയുള്ള അപ്പൻ്റെ ജീവിതത്തെ നമ്മളേറെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ജോസഫിൻ്റെ ആത്മീയ വഴിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പാത്രിസ് കോർദെ എന്ന് പറയുന്ന പ്രബോധന രേഖയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ജോസഫിൻ്റെ ആത്മീയ വഴി വിശദീകരണം ചോദിക്കുന്നതിൻ്റെ വഴിയായിരുന്നില്ല, മറിച്ച് സ്വീകരിക്കുന്നതിൻ്റെ വഴിയായിരുന്നു. വിശദീകരണം ചോദിക്കുന്ന, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു ആത്മീയ വഴിയായിരുന്നില്ല ജോസഫിൻ്റേത്, മറിച്ച് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന സ്വീകരിക്കുന്ന ഒരാത്മീയ വഴിയായിരുന്നു. ഇന്ന് നമ്മളൊക്കെ ആത്മീയ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. നമ്മളിതിലേത് ആത്മീയ വഴിയാണ് സഞ്ചരിക്കുന്നത്? എല്ലാത്തിനും ദൈവത്തോട് വിശദീകരണം ചോദിക്കുന്ന വഴിയാണ്. ദൈവത്തോട് ഒരുപാട് വിശദീകരണങ്ങൾ ചോദിക്കുന്ന വഴിയെ നടന്നവരാരും ആത്മസായുജ്യങ്ങളിലോ ദൈവസാന്നിധ്യമോ പരിപാലനയോ ഒന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് ആരൊക്കെയാണോ തങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതികളിലും ദൈവത്തിൻ്റെ കഴിവിലും ആശ്രയിച്ചിട്ട് സ്വീകരിക്കുന്ന ആത്മീയ വഴിയെ നടന്നിട്ടുള്ളവർ, അവരാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ ചരിത്രത്തിൽ ഇടമൊരുക്കി കൊടുത്തിട്ടുള്ളവരൊക്കെയും. നമുക്ക് മനസ്സിലാവാത്ത, വിശദീകരണം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും ജോസഫ് നടന്ന സ്വീകരിക്കുന്നതിൻ്റെ ഒരാത്മീയ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് സർവശക്തന് ചരിത്രത്തിൽ പ്രവർത്തിക്കാൻ നമ്മളൊക്കെയും മനോഹരങ്ങളായ ഉപകരണങ്ങളായിട്ട് മാറുന്നത്. പലപ്പോഴും ദൈവം പ്രത്യക്ഷത്തിൽ മനുഷ്യബുദ്ധിക്ക് ദുസ്സഹമെന്നും ദുർഗ്രഹമെന്നും തോന്നുന്ന കാര്യങ്ങളിലൂടെ ചരിത്രത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജോസഫിൻ്റെ ജീവിതവും രക്ഷാകര ചരിത്രത്തിലെ ഓരോ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. നസ്രത്തിലെ ആശാരിപ്പണിക്കാരൻ്റെ കൃപ നിറഞ്ഞ ജീവിതം സ്വീകരിക്കുന്ന ആത്മീയ വഴിയെ നടന്നതിൻ്റെ പരിണിത ഫലമായിരുന്നു. ജീവിതത്തെ ആശങ്കകളോടും അരിഷിതാവസ്ഥകളോടും കൂടി പലപ്പോഴും സ്വീകരിക്കേണ്ടി വരുന്നത് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ വഴിയെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കുന്നതിൻ്റെ ആത്മീയ വഴിയെ നടക്കാൻ ജോസഫിൽ നിന്ന് പഠിക്കാം.
മനസ്സിലാവാത്ത പല കാര്യങ്ങളെ യുക്തിക്കും ബുദ്ധിക്കും തീരെ തിരിയാത്ത ചില സാഹചര്യങ്ങളിൽ ദൈവഹിതത്തിന് സഹകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ദൈവം ജീവിതത്തിൽ ഇടപെട്ടതെന്നുള്ള മനോഹരമായ ഒരു ജീവിത സാക്ഷ്യത്തിലേക്കാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. വിശുദ്ധ യോസേപ്പിനെ കണക്ക് വ്യക്തതയില്ലെങ്കിലും ദൈവത്തിന് അതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ട് എന്നുള്ള ധാരണയിൽ സ്വീകരിച്ച ആത്മീയ വഴിയെ നടക്കാൻ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ വിവരണം നമ്മുടെയൊക്കെ വിശ്വാസത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സെലീന അമ്മ. ഞാൻ കൊണ്ടാക്കപ്പള്ളി ഇടവകക്കാരത്തിയാണ്. എൻ്റെ വീട്ടുപേര് കാരക്കാട്. എനിക്ക് 3 മക്കളാണ്. രണ്ടാമൻ അയർലൻഡിലായിരുന്നു. അവനൊരു കൊച്ച്, മൂത്ത ഒരു കൊച്ച്, രണ്ടാമത്തെ അവൾ ഗർഭിണിയായപ്പോൾ 6 മാസം ആയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും 2 ഇരട്ടപ്പിള്ളേരാണെന്ന് മനസ്സിലായി. ഒരു കൊച്ചിനെ കിട്ടുകയുള്ളൂ, ഒരു കൊച്ചിന് മരിച്ചു പോകുമെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. അതനുസരിച്ച് അവർ അവിടെ നിന്നും എറണാകുളത്തേക്ക് വന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അടുത്ത ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത്, ഒരു കുഞ്ഞിനെ കിട്ടത്തുള്ളൂ. ഒരു കുഞ്ഞിൻ്റെ കുടൽ വെളിയിലായതുകൊണ്ട് അവനെ കിട്ടുവാൻ വളരെ വിഷമം. ആ സമയം 2013 പെരുന്നാളിൻ്റെ സമയമായിരുന്നു. അടുത്ത പെരുന്നാൾ കഴിക്കാവുന്ന ഞങ്ങൾ യോസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ച കഴിഞ്ഞപ്പോൾ കൊച്ച് 3 മാസം കൂടി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ പ്രസവിച്ചു. കൊച്ചിൻ്റെ കുടൽ വെളിയിലാണ്. ഉടനെ ഡോക്ടറും കൊച്ചിൻ്റെ അപ്പനും കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 24 ദിവസം കഴിഞ്ഞാണ് തിരികെ വന്നത്. അവനിപ്പോൾ ഒരു കുഴപ്പവുമില്ല. 2 പേരും നല്ല മിടുക്കരായിട്ട് ഉണ്ട്. 2 പേർക്കും 8 വയസ്സായി. യോസേപ്പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് 2 കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് കിട്ടിയത്. ആ കൊച്ചിൻ്റെ അപ്പനും പിന്നെ 2 വയസ്സുള്ളപ്പോൾ ഭയങ്കര വലിവുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ യോസേപ്പിതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ വലിച്ച കുഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴത്തേക്കിന് ഞാൻ അവസാനമായിട്ട് ഒരു നേർച്ച നേർന്നു, എൻ്റെ പിതാവേ, അവനുള്ളിടത്ത് അവനെ ആയുസ്സുള്ള കൊടുക്കുന്നിടത്തോളം കാലം അവനെ ഈ യോസേപ്പിതാവിന് അടിമ വെച്ചേക്കാം. ആ അടിമ ഇന്നും കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനില്ലാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ പേരിൽ അടിമ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് യോസേപ്പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളെല്ലാം ഇത്രയും നാളും നടന്നത്. യോസേപ്പിതാവിനും മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 1990 ഞങ്ങൾ അമ്പൂരിൽ ഒരു കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇച്ചിരി താമസിച്ചാണ് അവിടുന്ന് നാട്ടിലേക്ക് വരാനായിട്ട് പറ്റിയത്. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ചങ്ങനാശ്ശേരി വന്നപ്പോഴത്തേക്കും രാത്രി 10 മണിയായി. ആലപ്പുഴയ്ക്കുള്ള ലാസ്റ്റ് ബസ്സിനാണ് ഞങ്ങൾ അതേ കയറിയിട്ട് ആലപ്പുഴ ടിക്കറ്റ് എടുത്തു. എൻ്റെ ചേച്ചി അവിടെ ഉള്ളത് കൊണ്ട് അവിടെ പോയി കിടന്നിട്ട് പിറ്റേ ദിവസം വരാമെന്ന് ഉദ്ദേശിച്ച് ഞങ്ങളെ അവിടെ നിന്ന് കയറി മങ്കൊമ്പിലായപ്പം എന്തോ യോസേപ്പിതാവ് ഞങ്ങളെ ആ മങ്കൊമ്പിൽ തന്നെ ഇറക്കി. അവിടെ ഇറങ്ങിയപ്പോൾ രാത്രി 11:30 അവിടെ വഴി ലൈറ്റിൻ്റെ വെട്ടമൊന്നുമില്ലാതെ ഞങ്ങൾ ഭയപ്പെട്ടു. അവിടെ നിന്ന് കരഞ്ഞ് യോസേപ്പിതാവിനെ വിളിച്ചു. യോസേപ്പിതാവ് ആ സമയം ഞങ്ങൾക്ക് ഒരു ഓട്ടോ വിട്ടു വന്നു. ആ ആൾ ഞങ്ങളെ ഓട്ടോയിൽ കയറ്റി ചമ്പക്കുളത്ത് കൊണ്ട് ഇറക്കി. അവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു സഹോദരി മരിച്ച വിവരം അറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയിരുന്നു. ഞങ്ങൾ ആ ശവോടെ കൂടാൻ ഞങ്ങൾക്ക് പറ്റുകയില്ലായിരുന്നു. പിറ്റേ ദിവസം അവിടെ യോസേപ്പിതാവ് അവിടെ ഞങ്ങളെ ഇറക്കിയത് കൊണ്ട് ആ ശവോടക്ക് ഞങ്ങൾക്ക് കൂടാൻ സാധിച്ചു. എൻ്റെ മരുമകൾ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ അവളുടെ കാലിൽ കിടന്ന 1.5 പവൻ്റെ സ്വർണത്തിൻ്റെ പാദസരം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഈ റോഡിൽ കൊയ്ത്ത് നടക്കുന്ന സമയമായിരുന്നത് കൊണ്ട് ലോറിയെ ലോഡിങ്ങിന് കയറ്റാനുള്ള ആൾക്കാരും കൊയ്ത്തുകാരും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ദിവസം അതിനു വേണ്ടി തപ്പി. അവസാനം ഞങ്ങൾ യോസേപ്പിതാവിനോട്
കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ നേർച്ച നേർന്നു. പിന്നെ ഔസേപ്പിതാവിന് ഇത് കിട്ടുകയാണെങ്കിൽ ഒരു നോട്ടുമാല ഇട്ടേക്കാവുന്നു. അത് പിന്നെ പിറ്റേ ദിവസം അച്ഛൻ്റെ അരികിലേക്ക് വീണ്ടും അച്ഛനോട് പറയാൻ പോയപ്പോൾ വീണ്ടും ഒന്നുകൂടെ അത് അന്വേഷിച്ച് നോക്കിയപ്പം കച്ചിയുടെ അടിയിൽ നിന്നും ആ സാധനം ഔസേപ്പിതാവ് ഞങ്ങൾക്ക് കണ്ടെടുത്ത് തന്നു. ഔസേപ്പിതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞാനൊരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ പോയിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു മോട്ടോർ തറയുടെ ചെറിയ പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൽ കയറി ഞാൻ തോട്ടിലേക്ക് വീണു. അപ്പം തോട്ടിലും പാടത്തും എല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ആ തോട്ടിൽ നിന്ന് ഞാൻ ഒഴുകിപ്പെട്ടു. പിതാവേന്ന് വിളിച്ചത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ആ മോട്ടറിൻ്റെ കുഴിയിലേക്ക് അങ്ങ് വീണു. സ്വല്പം കഴിഞ്ഞപ്പം 2 പേര് വന്ന് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു. ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നും ആ മോട്ടോർ തറയിൽ ഒത്തിരിയും ആഴമുള്ള ആണ് മോട്ടോർ തറ. അവിടെ നിന്ന് രക്ഷിച്ച് ഔസേപ്പിതാവാണ് രക്ഷിച്ചു തന്നത്. അതിന് ഔസേപ്പിതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് പിതാവ് തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ബിന്ദു എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജി. എനിക്ക് 2 മക്കളാണ്. അഷ്ബൽ, മൂത്ത മോൻ്റെ പേര് അഷ്ബൽ, രണ്ടാമത്തെ ആളുടെ പേര് ആൻഡോ. ഞങ്ങളുടെ കല്യാണം 2003 ഞങ്ങൾക്ക് അതിനുശേഷം കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം തേടി. ഔസേപ്പിതാവിൻ്റെ നൊവേനയ്ക്ക് എല്ലാ ബുധനാഴ്ചയും ഞങ്ങളുടെ പള്ളിയിൽ നൊവേന ഉണ്ടായിരുന്നു. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ നൊവേനയ്ക്ക് ഞങ്ങൾ പോവുകയും ഔസേപ്പിതാവിനോട് മധ്യസ്ഥം യാചിക്കുകയും ചെയ്തു. ഏകദേശം 5.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തന്നു. ആ മകനാണ് ഈ അഷ്ബൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മകന് ഞാൻ ഗർഭിണിയാകുകയാണെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ ഔസേപ്പിതാവിൻ്റെ പേരിട്ടേക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മകനും എൻ്റെ കുഞ്ഞിന് മാമോദീസ പേര് ഞാൻ ജോസഫ് എന്നിട്ടു. അതിനുശേഷം മകൻ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഒരു 4.5 മാസമായപ്പോൾ ഒരു 3-3:30 വെളുപ്പിന് 3-3:30 ആയപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിനെ പാല് കൊടുക്കാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ കിടത്തിയിരുന്ന ആ ഒരു തുണി ബ്ലഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനും അച്ചായനും കൂടെ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് പച്ച ഹോസ്പിറ്റലിൽ ലൂർദ് മാതാ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്ന ഉടനെ പീഡിയാട്രിക് ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ വന്ന ഉടനെ പറഞ്ഞു, ഇത് ഇത്തിരി ഈ വൻകുടലും ചെറുകുടലും കൂടെ കുരുങ്ങിയിട്ട് അതിത്തിരി ക്രിട്ടിക്കലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്ലഡ് വന്നത്. ഒരു കാരണവശാലും ഇനി പോകുന്ന വഴിക്ക് കുഞ്ഞിന് പാല് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ ഡോക്ടർ തന്നെ ഒരു കാറ് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളെ പെട്ടെന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഞങ്ങൾ പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു പീഡിയാട്രിക് സർജനൊന്നുമല്ല, സർജൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കുഞ്ഞിനെ ലാസ്റ്റ് തന്നെ കാണിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റാൻ നേരം അവിടെ ജോലി ചെയ്യുന്ന ഒരു നഴ്സ് വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഇവിടെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യരുത്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇത് ചെയ്യണമെന്ന്? ഇവിടെ ചെയ്യരുത് ഒരിക്കലും. ഇവിടെ പീഡിയാട്രിക് സർജൻ ഇല്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കൊണ്ട് കോട്ടയം മാതായിൽ പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് ആ ഒരു വേറൊരു കാർ അവർ അറേഞ്ച് ചെയ്ത് തന്നു. അതേൽ ഞങ്ങൾ പെട്ടെന്ന് കോട്ടയം മാതായിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ഡോക്ടറിനെ വിളിപ്പിച്ചു. ഒരു വെളുപ്പിനെ 4:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്നു. അതിനുശേഷം പെട്ടെന്ന് പീഡിയാട്രിക് ഡോക്ടറിനെ വിളിച്ചിട്ട് ഉടനെ തന്നെ സർജറിക്ക് കുഞ്ഞിനെ കയറ്റുകയായിരുന്നു. സർജറി ഒരു 4-4.5 മണിക്കൂറോളം നമുക്ക് സർജറിക്ക് വേണ്ടിയിട്ട് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം സർജറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കുഞ്ഞിനെ ഇറക്കിയത്. ഇപ്പോൾ അവന് ഔസേപ്പിതാവിൻ്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഔസേപ്പിതാവിനോട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. അവനിപ്പോൾ ആ ഒരു വൻകുടലിൻ്റെ ചെറുകുടലിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. 2013 രണ്ടാമത്തെ മകനായി. അപ്പം മകൻ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ മോന് 9 മാസമായപ്പോഴത്തേക്ക് ഇതേ പ്രശ്നം തന്നെ ഇവനും ഉണ്ടായി. വൻകുടലും ചെറുകുടലും കൂടെ കുരുങ്ങിയിട്ട് ഭയങ്കര വയറുവേദനയായിട്ട് ഛർദിലും ഒക്കെ ആയിട്ട് ഞാൻ ഇവനെ പെട്ടെന്ന് പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഒരു സലൈൻ റിഡക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്തിട്ട് നേരെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ വേണ്ട. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഔസേപ്പിതാവിനോട്, ഔസേപ്പിതാവ് ഓപ്പറേഷൻ വേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ വൻകുടലും ചെറുകുടലും ഉള്ളത് ഇത് നേരെയായി. അവന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആക്കി വിട്ടു. ഔസേപ്പിതാവിൻ്റെ ഒത്തിരി അനുഗ്രഹമുള്ളൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഒത്തിരി അനുഭവം ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം ഔസേപ്പിതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്.
വംശജനാ യൗസേപ്പിതാവേ, കന്യാമറിയത്തിൻ വിരക്തനാകും യൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.